നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സിനിമാ താരങ്ങളെ പോലെ തന്നെ ഇപ്പോൾ വലിയ ജനപ്രീതി സീരിയൽ താരങ്ങൾക്കും ലഭിക്കാറുണ്ട്. അങ്ങനെ കേരളത്തിൽ വലിയ ആരാധകരെ സ്വന്തമാക്കിയ സീരിയൽ നടിയാണ് മേഘ്ന വിൻസെന്റ്. കേരളത്തിലെ താരവിവാഹങ്ങൾക്കെല്ലാം വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാറുള്ളതിനാൽ അങ്ങനെ വലിയ ആഘോഷത്തോടെ നടത്തിയൊരു വിവാഹമായിരുന്നു മേഘ്ന വിൻസെന്റേത്. മലയാള ടെലിവിഷൻ പ്രേമികൾ ഏറെ ഉറ്റുനോക്കിയ ഒരു താരവിവാഹവും വിവാഹമോചനവുമായിരുന്നു മേഘ്ന ഡോണിന്റേത്. അച്ചാര കല്യാണം മുതൽ വിവാഹം വരെ നീണ്ടുനിന്ന ഒരു ഉത്സവ മാമാങ്കം പോലെയാണ് ഇവരുടെ വിവാഹം നടന്നത്. ഒരുപക്ഷെ ഒരു മിനി സ്ക്രീൻ നായികയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അധികം ആരാധനയാണ് ഡോൺ മേഘ്ന വിവാഹത്തിന് ലഭിച്ചത്. വിവാഹം പോലെ തന്നെ മേഘ്ന വിൻസെന്റും ഡോൺ ടോണിയും തമ്മിലുള്ള വേർപിരിയലും എല്ലാം വലിയ ചർച്ചയായിരുന്നു. ഡിവോഴ്സിന് ശേഷം വീട്ടിൽ സന്തോഷം തിരികെ വന്നത് ഡിവൈനിന്റെ വരവോടെയാണെന്നായിരുന്നു കുടുംബാംഗങ്ങളെല്ലാം പറഞ്ഞത്. ആ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിരിക്കുകയാണ്. വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിനത്തിൽ പങ്കുവച്ച പോസ്റ്റുകളും വീഡിയോയും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആനിവേഴ്സറി വീഡിയോയിൽ കല്യാണ സമയത്തെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിക്കുകയാണ് ഡിവൈൻ. സംഭവ ബഹുലമായ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം തികയുകയാണ്. ഇത്തവണ കാര്യമായ പരിപാടികളൊന്നും ഇല്ലെന്നായിരുന്നു ഡിവൈൻ പറഞ്ഞത്. ഡോൺ ചേട്ടന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തത് ഇവിടെ എത്തിയിട്ടുണ്ട്, അത് കൊടുക്കണം. ഡിംപിൾ ഇല്ലാത്തത് കൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കല്യാണത്തിന്റെ തലേന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നത്. രജിസ്റ്റർ മാരേജിന് മുൻപ് നോട്ടീസ് ഇടുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതാണ് ആദ്യം ലീക്കാവുന്നത്. ആ ഫോട്ടോ വെച്ചാണ് ന്യൂസ് ഒക്കെ വന്നത്. ഇപ്പോൾ രാവിലെ ആകുമെന്ന് പറഞ്ഞ് തലേ ദിവസം ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അത് രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. കൊറോണ കല്യാണമായിരുന്നു. റിസപ്ഷനൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നേരെ ഇവിടേക്കായിരുന്നു വന്നത്. രാത്രിയിലാണ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതും പരിചയപ്പെടുന്നതും. കല്യാണ ഫോട്ടോ ഉച്ചയ്ക്ക് തന്നെ കിട്ടിയിരുന്നു. ഡോൺ ചേട്ടൻ ലൈവായി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് സന്തോഷവും ചെറിയ സങ്കടങ്ങളും ഒക്കെ ഇടകലർന്ന ജീവിതമാണ്. ന്യൂസുകളും കമന്റുകളും ഒക്കെ ഇപ്പോഴും മനസ്സിലേക്ക് വരുന്നുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടെയായിരുന്നു എനിക്ക് പോസിറ്റീവ് കമന്റുകൾ വന്നു തുടങ്ങിയത്. ഡിംപിളിന്റെ വീഡിയോയിലൂടെ കണ്ടപ്പോൾ വലിയ താല്പര്യമില്ലായിരുന്നു എല്ലാവർക്കും. സ്വന്തമായി ചാനൽ തുടങ്ങി ഒന്നിച്ച് വീഡിയോകളൊക്കെ ചെയ്തപ്പോഴാണ് ഡോൺ ചേട്ടനെയും എന്നോടുള്ള ഇഷ്ടങ്ങൾ കൂടിയതും ആളുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതും. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിൽ വന്ന് നിശബ്ദനായിരുന്ന ഡോൺ ചേട്ടനെയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്, പിന്നെയാണ് സംസാരിക്കുന്നതും കൂടുതൽ അടുത്തറിയുന്നതും. എന്നോട് മിണ്ടാൻ പ്രയാസമൊക്കെ ആയിരുന്നു. വഴക്കും പിണക്കവും സ്നേഹവും ഒക്കെ കലർന്നതാണ് ലൈഫ്. കല്യാണം കഴിഞ്ഞാൽ ഈ സ്വഭാവമൊക്കെ മാറുമെന്ന് അമ്മ എന്നോട് പറയുമായിരുന്നു. കുക്കിംഗ് ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. വെറുതെ ഇരിക്കലായിരുന്നു പ്രധാന പണി. അന്ന് റെസ്റ്റ് എടുത്തത് നന്നായെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. 1 മിനിറ്റ് വെറുതെ ഇരിക്കാൻ ഇപ്പോൾ പറ്റാറില്ല. ക്ഷമയൊക്കെ ഒരുപാട് കൂടി. ദേഷ്യം വരുമ്പോൾ പോലും അത് കാണിക്കാതിരിക്കാൻ പഠിച്ചു. തുടക്കത്തിൽ ഫ്രീ ആയിരുന്നു. മക്കളൊക്കെ വന്നതോടെ നല്ല തിരക്കായെന്നുമായിരുന്നു ഡിവൈൻ പറഞ്ഞത്. മെയ് 20-ന് കോട്ടയം സ്വദേശിനിയായ ഡിവൈനെയാണ് ഡോൺ ജീവിത പങ്കാളിയായി കൂടെ കൂട്ടിയത്. ഇരുവരും വേർപിരിഞ്ഞതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അഭിനേത്രിയും അടുത്ത സുഹൃത്തായ ഡിംപിളിന്റെ സഹോദരനുമായ ഡോൺ ടോണിയായിരുന്നു മേഘ്നയെ വിവാഹം ചെയ്തത്. 1 വർഷം മാത്രമേ ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് ജീവിച്ചിരുന്നുള്ളൂ എന്ന് ഡോൺ തന്നെ വ്യക്തമാക്കിയിരുന്നു. 2017 ഏപ്രിൽ 30-നായിരുന്നു ഏറെ ആഘോഷപൂർവ്വം മേഘ്നയുടെയും ബിസിനസ്സുകാരനായ ഡോണിന്റെയും വിവാഹം നടന്നത്. എന്നാൽ 1 വർഷം മാത്രമേ ഈ ദാമ്പത്യത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഇരുവരും വേർപിരിയുകയായിരുന്നു. ഈ സംഭവം വ്യാപകമായി പ്രചരിച്ചതോടെ പ്രതികരണവുമായി ഡോൺ തന്നെ രംഗത്തെത്തിയിരുന്നു. അതേസമയം ഡോണുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് മേഘ്ന മുൻപ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ആരൊക്കെ സമാധാനിപ്പിക്കാനുണ്ടെങ്കിലും നമ്മൾക്കുള്ളിൽ ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉള്ളിലുള്ള ആൾ ഓക്കെ ആയിരിക്കണം. പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അംഗീകരിക്കാനും ഒക്കെ കഴിയണം. 24 മണിക്കൂറും ലാളിക്കാനൊന്നും ആർക്കും പറ്റില്ല. തീരുമാനമെടുക്കേണ്ടതും സ്വയം തോന്നേണ്ടതും നമ്മൾ തന്നെയാണ്. ഇങ്ങനെ വീണ് കിടക്കാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. ഓടി തന്നെ ആവണം എന്ന സാഹചര്യം പലർക്കും ഉണ്ടാകും. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ കരഞ്ഞുകൊണ്ട് ഡിപ്രഷനായി കിടക്കാം, അതല്ലെങ്കിൽ പല കാര്യത്തിലും എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോകാം. ഞാൻ സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഒരുപാട് സമയമെടുത്തു. ഷോക്കായിരുന്നു. ആ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ് ഞാൻ കടന്നു വന്നത്. എല്ലാവരെയും പോലെ അല്ലേ ഞാനും. രാവും പകലും ഇല്ലാതെ കരഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരു തമിഴ് സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സീരിയലിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതവണ ഞാൻ വീണു പോയിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു കടക്കുക വളരെയേറെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയായിരുന്നു. എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിക്കില്ലല്ലോ. പ്രത്യേകിച്ച് എന്നെ പോലെ ഹോംലി ആയ ഒരാൾ. എന്നെ വളർത്തിയത് അപ്പാപ്പനും അമ്മാമ്മയുമാണ്. അവരുടെ ചട്ടക്കൂടിൽ വളർന്നൊരു കുട്ടിയാണ് ഞാൻ. ചിന്തിച്ചിട്ട് കൂടിയില്ല ഇങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് തന്നെ കഠിനമായിരുന്നു ആ സ്റ്റേജ്. അമ്മയായിരുന്നു എൻ്റെ കൂടെ ഈ സമയത്ത് ഉണ്ടായിരുന്നത്. അമ്മ സിംഗിൾ പാരന്റ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് വീണ് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന്. അമ്മ വളരെ ശക്തിയായ സ്ത്രീയാണ്. അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. അതുകൊണ്ടാണ് ഞാൻ വളർന്നത്. നമ്മൾ ബെസ്റ്റായ കാര്യങ്ങളാണ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് പല കാര്യങ്ങളും തെറ്റായിപ്പോയി എന്ന് പറയാനാകില്ല. ഇപ്പോഴുള്ള ഈ മേഘ്ന അതിൽ കൂടെയൊക്കെ കടന്നു വന്ന് പക്വതയായ ആളാണ്. ഒന്നുകിൽ ഒരു പാഠമായിരിക്കും, ഓർമ്മയായിരിക്കാം. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. തെറ്റാണെന്ന് പറയാനാകില്ല. ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല.
ചില കാര്യങ്ങൾ തെറ്റായി പോകും, അതിൽ കുറ്റബോധം കൊണ്ടിരിക്കില്ല ഞാൻ. ആ തെറ്റുകൾ തിരുത്താൻ ഞാൻ ശ്രമിക്കും. ഡിപ്രഷൻ സമയത്തൊക്കെ പലരോടും എൻ്റെ പ്രശ്നങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് മാത്രമാണ് അത് ഫീലിങ്സ് എന്ന്. മറ്റുള്ളവർക്കത് കഥ മാത്രമാണ്. നമ്മൾ ജീവിച്ചു തീർത്ത ഓരോ നിമിഷവും എങ്ങനെയായിരുന്നു എന്ന് നമുക്കല്ലേ അറിയൂ. അതൊരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ വിശദീകരിക്കാൻ പറ്റില്ല. വിശദീകരിച്ചാൽ പോലും അത് 10% പോലും ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാതിരുന്നത്. ഇനി ശരിതെറ്റുകൾ ചെയ്യുന്നതിൽ കാര്യമില്ല. ഒരുപക്ഷെ മറ്റൊരു അവസരത്തിൽ ഞാൻ വിവാഹമോചനത്തിന്റെ കാരണം വെളിപ്പെടുത്തിയേക്കാമെന്നും മേഘ്ന പറഞ്ഞു.